അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം ശരിക്കും പാലിച്ചു കഴിഞ്ഞു. അവരിൽ ചിലർ മരണമടഞ്ഞു, അഥവാ അവരുടെ പ്രതിഫലം നേടിക്കഴിഞ്ഞു. മറ്റു ചിലർ പ്രതിഫലം കിട്ടാനായി മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്നു. അവർ പ്രസ്തുത വാഗ്ദാനത്തിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന അർത്ഥം വരുന്നതും സത്യവിശ്വാസികളെ ശ്ലാഘിച്ചുകൊണ്ടുള്ളതുമായ പരിശുദ്ധ ഖുർആൻ വാക്യം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി. അനന്തരം തൽഹത്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭൂമിക്ക് മുകളിൽ വെച്ച് തന്നെ മരണാനന്തരം പ്രതിഫലം നേടിക്കഴിഞ്ഞ ഒരാളെ കാണാൻ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുവെങ്കിൽ അതാ ത്വൽഹത്തിനെ നോക്കൂ. സ്വർഗവാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളിൽ ഒരാളായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാല സ്വഹാബികളിൽ മുൻപനുമാണ്. പരിശുദ്ധ ദീനിൻ്റെ സംസ്ഥാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി അള്ളാഹു ചെയ്ത അപാരമായ അനുഗ്രഹാശിസ്സുകൾ സാരമായി എണ്ണപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ത്വൽഹത്തിനെ പോലെയുള്ളവരുടെ ജന്മം. മക്കയിലെ ഖുറൈശി വർത്തക പ്രമുഖരിൽ ഒരാളായിരുന്നു ത്വൽഹത്ത്. ഒരു ദിവസം അദ്ദേഹം ബുസ്രയിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: മുൻ പ്രവാചകന്മാരുടെ പ്രവചനമനുസരിച്ചുള്ള സത്യപ്രവാചകന്റെ ആഗമനം സമാഗതമായിരിക്കുന്നു. അത് നിങ്ങളുടെ പവിത്ര ഭൂമിയിലായിരിക്കും സംഭവിക്കുക. പ്രസ്തുത അനുഗ്രഹത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സുവർണാവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. മാസങ്ങളോളം ദീർഘിച്ച കച്ചവടയാത്ര കഴിഞ്ഞ് തൽഹത്ത് നാട്ടിൽ തിരിച്ചെത്തി. മക്കയിൽ ഒരേ ഒരു വാർത്തയാണ് അന്ന് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. 2 പേർ ഒത്തുചേർന്നാൽ അവിടെ നടക്കുന്നത് പ്രസ്തുത സംസാരം മാത്രമാണ്. മുഹമ്മദുൽ അമീനിൻ്റെ ദിവ്യബോധനത്തെയും പുതിയ മതത്തെയും കുറിച്ച് തൽഹത്ത് ഉടനെ അന്വേഷിച്ചത് അബൂബക്കറിനെയായിരുന്നു. അദ്ദേഹം തൻ്റെ കച്ചവട യാത്ര കഴിഞ്ഞ് അല്പം മുമ്പ് മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ മുഹമ്മദിൻ്റെ കൂടെയാണെന്നും വിവരം ലഭിച്ചു. തൽഹത്ത് ചിന്തിച്ചു: മുഹമ്മദും അബൂബക്കറും അവർ 2 പേരും യോജിച്ച ഒരു കാര്യം തെറ്റാവാൻ സാധ്യതയില്ല. അവരുടെ വ്യക്തിത്വത്തിൽ അത്രമാത്രം മതിപ്പായിരുന്നു അദ്ദേഹത്തിന്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ 10-40 വർഷം തങ്ങളുടെ കൂടെ ജീവിതം നയിച്ചു. ഒരിക്കലും ഒരു കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. അത്രയും പരിശുദ്ധനായ ഒരാൾ ദൈവത്തിൻ്റെ പേരിൽ കളവ് പറയുകയോ അതൊരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹം അബൂബക്കറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടു. പുതിയ മതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവർ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി ത്വൽഹത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പ്രവേശം മറ്റുള്ളവരെ പോലെ തന്നെ അക്രമത്തിനും പീഡനങ്ങൾക്കും ഖുറൈശികൾ പ്രേരിപ്പിച്ചു. അബൂബക്കറിനെയും ത്വൽഹത്തിനെയും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവർ നിയോഗിച്ചത് നൗഫൽ ബിൻ ഖുവൈലിദിനെയായിരുന്നു. ഖുറൈശികളുടെ സിംഹം എന്നായിരുന്നു മക്ക നിവാസികൾ നൗഫലിനെ വിളിച്ചിരുന്നത്. അബൂബക്കറും ത്വൽഹത്തും ജനമധ്യേ പണവും പ്രതാപവും ഒത്തിണങ്ങിയ സ്വീകാര്യരായ മാന്യന്മാരായിരുന്നത് കൊണ്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് താരതമ്യേന
കുറവുണ്ടാവുക സ്വാഭാവികമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് ആഹ്വാനം നൽകിയപ്പോൾ തൽഹത്ത് മദീനയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കുകൊണ്ടു. ബദർ യുദ്ധത്തിൽ സംബന്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെയും സയ്യിദിനെയും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി കച്ചവട സംഘത്തിന്റെ വിവരമറിഞ്ഞു വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചതായിരുന്നു. അവർ മടങ്ങിയെത്തിയപ്പോഴേക്കും യുദ്ധം അവസാനിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും മടങ്ങാൻ തുടങ്ങിയിരുന്നു. ബദറിൽ സംബന്ധിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുകയും ബദറിലെ സമരസേനാനികൾക്ക് ലഭിക്കാവുന്ന പ്രതിഫലം വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ യുദ്ധാർജിത സമ്പത്തിന്റെ വിഹിതവും നൽകിയിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ആപൽക്കരമായ ഒരു അധ്യായമായിരുന്നു ഉഹദ് യുദ്ധം. ഒരു വേള മുസ്ലിം സൈന്യം അണിച്ചിതറുകയും രണാങ്കണത്തിൽ ശത്രുക്കൾ ആധിപത്യം പുലർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന രൂപത്തിൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു. ഈ പ്രതിസന്ധിയിൽ ത്വൽഹത്തിന്റെ സ്ഥൈര്യവും ധൈര്യവും അപാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളിലൂടെ രക്തം വാർന്നൊഴുകുന്നത് ദൂരെ നിന്ന് ത്വൽഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞൊടിയിട കൊണ്ട് ശത്രുനിര ഭേദിച്ച അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തി ആഞ്ഞടിക്കുന്ന ശത്രുക്കളെ പ്രതിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടത് കൈ കൊണ്ട് മാറോടണിച്ച് പിടിച്ച് വലത് കൈ കൊണ്ട് ശത്രുക്കളുടെ നേരെ വാൾ പ്രയോഗിച്ച് പുറകോട്ട് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നിർത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ പിതാവ് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, അത് പൂർണ്ണമായും തൽഹത്തിന്റെ ദിനമാണ്. യുദ്ധം കഴിഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ എന്നോടും അബൂ ഉബൈദയോടും തൽഹത്തിനെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, അതാ നിങ്ങളുടെ സഹോദരനെ നോക്കൂ. ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. വെട്ടുകളും കുത്തുകളുമായി അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ 70-ലധികം മുറിവുകളുണ്ടായിരുന്നു. ഒരു വിരൽ മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വേണ്ട വിധം ശുശ്രൂഷിക്കുകയുണ്ടായി. എല്ലാ യുദ്ധക്കളങ്ങളിലും തൽഹത്ത് മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചു. ഭക്തനായ ആരാധകനും ധൈര്യശാലിയായ പടയാളിയും അതുല്യനായ ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. അള്ളാഹുവിനോടും സമൂഹത്തോടുമുള്ള തൻ്റെ ബാധ്യത നിർവഹിച്ച ശേഷം അദ്ദേഹം ജീവിത വിഭവങ്ങൾ തേടി ഭൂമിയിൽ സഞ്ചരിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം അതിസമ്പന്നനായിരുന്നു. താൻ ചുമലിലെത്തിയ പതാകയുടെ വിജയത്തിന് വേണ്ടി തൻ്റെ സമ്പത്ത് നിർലോഭം ചിലവഴിച്ചു. ധർമ്മിഷ്ഠൻ, ഗുണവാൻ എന്നീ അർത്ഥം വരുന്ന പല ഓമന പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകി വിളിച്ചിരുന്നു. വരുമാനം നോക്കാതെ ധർമ്മം ചെയ്ത അദ്ദേഹത്തിന് കണക്ക് വെക്കാതെ അള്ളാഹു സമ്പത്ത് നൽകി. ഭാര്യ സഅദ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വളരെ വിഷാദത്തോടെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്പത്ത് എന്നെ മാനസികമായി അസ്വസ്ഥനാക്കുന്നു. അത് അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തുകൂടെ? 1 ദിർഹം പോലും അവശേഷിക്കാതെ അദ്ദേഹം അത് ദരിദ്രന്മാർക്കിടയിൽ വീതിച്ചു കൊടുത്തു. ഒരിക്കൽ തൻ്റെ ഒരു ഭൂസ്വത്ത് അദ്ദേഹം വിറ്റു. അത് വലിയ സംഖ്യക്കുണ്ടായിരുന്നു. നാണയത്തിൻ്റെ കൂമ്പാരത്തിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത്രയും അധികം ധനം വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ അന്തിയിൽ ഉറങ്ങും? ഈ രാത്രി എങ്ങാനും എനിക്ക് വല്ലതും സംഭവിച്ചാൽ അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അന്ന് അത് മുഴുവൻ ധർമ്മം ചെയ്ത ശേഷമാണ് ഇത്രേ അദ്ദേഹം ഉറങ്ങിയത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആവശ്യപ്പെടാത്തവന് പോലും ഇത്ര വലിയ തുക ധർമ്മം ചെയ്യുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് പരിഹാരം കാണുന്നതിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. ബനു തൈമ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലും ദാരിദ്ര്യം അനുഭവിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. അശരണരായ സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തുണ്ടായ അനാശാസ്യകരമായ ആഭ്യന്തര കലാപത്തിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ എതിരാളികളെ ന്യായീകരിക്കുമായിരുന്നു. പ്രക്ഷോഭം മൂർധന്യദശ പ്രാപിക്കുകയും ഖലീഫയുടെ വധത്തിൽ കലാശിക്കുകയും ചെയ്തു. അതിൻ്റെ ഭയാനകമായ പരിണാമത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നില്ല എന്നത് സ്മരണീയമാണ്. ഖലീഫയുടെ വധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പുതിയ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മദീന നിവാസികളിൽ നിന്ന് പുതിയ
ഖലീഫ ബയ്യത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അക്കൂട്ടത്തിൽ ത്വൽഹത്തും സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവർ അലി റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം വാങ്ങി മക്കയിലേക്ക് ഉംറയ്ക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് ബസറയിലേക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ അവിടെ അന്ന് വലിയ സൈനിക സന്നാഹം നടക്കുകയാണ്. അവർ രണ്ടുപേരും അതിൽ പങ്കാളികളായി. പ്രസ്തുത സൈന്യവും അലിയുടെ പക്ഷക്കാരും തമ്മിൽ ഒരു സംഘട്ടനത്തിന് മുതിർന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു അത്. ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെയുള്ള അക്രമം അംഗീകരിച്ചു കൊടുക്കണോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുശ്രിക്കുകൾക്കെതിരെ തോളുരുമി പടവെട്ടിയ തൻ്റെ സഹോദരന്മാരോട് വാളെടുത്ത് പൊരുതണോ? അസഹ്യമായ ഒരു മാനസികാവസ്ഥയായിരുന്നു അത്. അലി റളിയല്ലാഹു അൻഹു തൻ്റെ എതിരാളികളെ നോക്കി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയെയും ത്വൽഹത്ത് സുബൈർ റളിയല്ലാഹു അൻഹും അദ്ദേഹം കണ്ടു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ത്വൽഹത്തിനെയും സുബൈറിനെയും അരികെ വിളിച്ചു ത്വൽഹത്തിനോട് ചോദിച്ചു, ത്വൽഹത്തെ, നീ നിന്റെ ഭാര്യയെ വീട്ടിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ യുദ്ധക്കളത്തിലേക്ക് ആനയിച്ചിരിക്കുന്നുവല്ലേ? പിന്നീട് സുബൈറിനോട് പറഞ്ഞു, സുബൈറെ, നിനക്ക് അല്ലാഹു വിവേകം നൽകട്ടെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് നിനക്ക് അലിയെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ മുസ്ലിമും എൻ്റെ മച്ചുനനും പിതൃവ്യപുത്രനുമായ അലിയെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് നീ മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നോട്, നീ ഒരു കാലത്ത് അലിക്കെതിരെ പുറപ്പെടുകയാണെങ്കിൽ അന്ന് നീ അക്രമിയായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? സുബൈർ പറഞ്ഞു, അത് ശരിയാണ്, ഞാനത് ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നു. അള്ളാഹു എനിക്ക് മാപ്പ് നൽകട്ടെ. സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി. കൂടെ ത്വൽഹത്തും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് നിന്ന് പടവാളേന്തിയിരുന്ന വന്യവയോധികനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം അവർക്ക് ഓർമ്മ വന്നു. അമ്മാറിനെ വധിക്കുന്നവർ അക്രമികളായിരിക്കും. അവർ രണ്ടുപേരും ജമൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ടും അവർ വലിയ വില നൽകേണ്ടി വന്നു. സുബൈർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുകയായിരുന്നു. അംർ ബിൻ ജർമൂസ് എന്നൊരാൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കൊലപ്പെടുത്തി. ത്വൽഹത്തിനെ മർവാൻ ബിനുൽ ഹക്കം അമ്പെയ്ത് കൊന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ കലാശിച്ച ആഭ്യന്തര കലാപത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ എതിരാളികളെ ത്വൽഹത്ത് ന്യായീകരിച്ചിരുന്നു എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അത് കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം ത്വൽഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രസ്തുത സംഭവം അനാശാസ്യമായ ഒരു പതനത്തിൽ കലാശിക്കുമെന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കലും കരുതിയിരുന്നില്ല. എങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹം മാനസികമായി ഖേദം ഉൾക്കൊണ്ടും ഉസ്മാന്റെ വധത്തിന് പ്രതികാരത്തിന് വേണ്ടി പൊരുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജമൽ രണാങ്കണത്തിൽ അദ്ദേഹം ഇറങ്ങിയത്. അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, നാഥാ, ഉസ്മാന് വേണ്ടി ഇന്ന് എന്നോട് നീ മതി വരുവോളം പ്രതികാരമെടുക്കണമേ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സംഭാഷണത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കി അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ അലംഘനീയ വിധി അദ്ദേഹത്തെ വിട്ടില്ല. യുദ്ധം കഴിഞ്ഞ് സുബൈറിനെയും ത്വൽഹത്തിനെയും മറവ് ചെയ്ത ശേഷം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ത്വൽഹത്തും സുബൈറും സ്വർഗത്തിൽ എൻ്റെ അയൽവാസികളാണ്. അള്ളാഹു മഹാൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.